അസ്സലാമു ഫ്രണ്ട്സ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാ ചട്നിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ. അതിൽ ഈ ഒരൊറ്റ ചേരുവ കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു വലിയുള്ളിയുടെ കഷ്ണങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സാധാരണ ചട്നിക്ക് നമ്മൾ അരച്ചെടുക്കുന്ന പോലെ തന്നെ. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വേവിക്കണില്ല കേട്ടോ. സാധാരണ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ വേവിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചേരുവ എന്ന് പറഞ്ഞിട്ടത്. പ്രത്യേകിച്ച് ചട്നിയിൽ ആരും അങ്ങനെ തൈര് ചേർക്കാറില്ല. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സാധാരണ ചട്നി താളിച്ചൊഴിക്കുന്ന പോലെ തന്നെ കടുക്, ഉള്ളി, ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചൊഴിക്കുക കേട്ടോ. അതുപോലെ ഇതിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇടുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മൾ ചട്നി വേവിച്ചിട്ടാണ് എടുക്കാറുള്ളത്. നമ്മൾ വേവിക്കാത്തൊരു ചട്നിയാണ്. നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.